ഇൻഡോർ മലിനജല മരണത്തിൽ സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധി. ദുരന്തത്തിന്റെ ഉത്തരവാദി സർക്കാർ എന്നാണ് വിമർശനം. സർക്കാരിന്റെ വീഴ്ചയാണ് പ്രതിസന്ധിക്ക് കാരണം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടുക തന്റെ ഉത്തരവാദിത്തമാണെന്നും സന്ദർശനത്തെ രാഷ്ട്രീയവൽക്കരിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാമെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. देश को स्मार्ट सिटीज दिए जाएंगे. ये नया मॉडल का स्मार्ट सिटी है. इसमें पीने का पानी नहीं है. इंदौर में साफ पानी नहीं मिल सकता है. पानी पीकर लोग मरते हैं. ये है अर्बन मॉडल और ये सिर्फ इंदौर में नहीं है, अलग अलग शहरों में यही हो रहा है. जो सरकार की जिम्मेदारी है, साफ पानी, कम पोल्यूशन, ये सब जिम्मेदारी सरकार नहीं निभा रही. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബിൾ, ഏറ്റവും വൃത്തിയുള്ള നഗരമെന്ന് പറഞ്ഞിരുന്ന ഇൻഡോറിലാണ് ഈ തരത്തിൽ ഗർഭിണികളും കുട്ടികളും അടക്കമുള്ളവർ മരിച്ചു വീണത്. അതിന്റെ ഉത്തരവാദി സർക്കാരാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഉന്നയിച്ചുകൊണ്ട് അവിടെ സന്ദർശനം നടത്തുകയായിരുന്നു രാഹുൽ ഗാന്ധി. സ്മൃതി, ഇൻഡോറിൽ ഈ മലിനജലം മൂലം 24 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഇവരുടെ ബന്ധുക്കളെ അടക്കം രാഹുൽ ഗാന്ധി ഇന്നിപ്പോൾ ഭഗീരഥ്പുര എന്ന് പറയുന്ന സ്ഥലത്തെത്തി കാണുകയുണ്ടായി. രാഹുൽ ഗാന്ധി എത്തുന്നറിഞ്ഞ് വലിയ തരത്തിൽ ആളുകളൊക്കെ തടിച്ചുവിടുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ദുരിതബാധിതരായ ആളുകളെ അടക്കം രാഹുൽ ഗാന്ധി കാണുകയും കാര്യങ്ങൾ ചോദിച്ച് അറിയുകയും ചെയ്തു. രാഹുലിന്റെ സന്ദർശന കണക്കിലെടുത്ത് അതീവ സുരക്ഷയാണ് ഏർപ്പെടുത്തുകയും ചെയ്തത്. കാരണം നേരത്തെ രാഹുലിന്റെ സന്ദർശന അനുമതി ഇല്ല എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ കോൺഗ്രസ് നേതൃത്വം നടത്തിയ ചർച്ചയിൽ 3 മണിക്കൂർ രാഹുൽ ഗാന്ധിക്ക് ഈ പ്രദേശത്തെ ആളുകളുമായി സംവദിക്കാനുള്ള അനുമതി സർക്കാർ നൽകി എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നത്. അതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധി അവിടെ എത്തുകയും ഈ ദുരിതബാധിതരായ ആളുകൾ, പ്രത്യേകിച്ച് 4 മാസം പ്രായമുള്ള കുട്ടിയടക്കം മരിച്ച സംഭവമുണ്ട്, പ്രായമായ ആളുകൾ മരിച്ചിട്ടുണ്ട്. ഈ ആളുകളുടെയൊക്കെ ബന്ധുക്കളെ അടക്കം കാണുകയും അവരോട് ആശയവിനിമയം നടത്തുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ അടക്കം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധി രൂക്ഷ വിമർശനം എന്നാണെങ്കിലും ഇൻഡോറിൽ ഇപ്പോൾ മധ്യപ്രദേശ് സർക്കാരിനെതിരെ BJP സർക്കാരിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. കാരണം നിലവിലത്തെ ഈ ദുരിതത്തിന് ഉത്തരവാദി സർക്കാരാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. കൃത്യമായ രീതിയിൽ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റാത്തതാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിന് കാരണം. ടാങ്കറുകളിൽ ഇപ്പോഴും വെള്ളം കൊണ്ടുവരുന്നു. അതിനർത്ഥം ഇപ്പോഴും ശുദ്ധമായ ജലം നൽകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് രാഹുൽ വിമർശനം ഉന്നയിക്കുന്നു. സർക്കാർ അവരുടെ കടമ കൃത്യമായി തന്നെ നിർവഹിക്കണം എന്നാണ് രാഹുൽ പറയുന്നത്. തന്റെ വരവിനെ രാഷ്ട്രീയമായി ചിത്രീകരിക്കുന്ന ആളുകളുടെ പക്ഷേ താനത് കാര്യമാക്കുന്നില്ല. താൻ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. ജനങ്ങളുടെ പ്രശ്നം ഉയർത്തി കാണിക്കുക എന്ന തന്റെ കടമ അത് താൻ കൃത്യമായി ചെയ്യുന്നു എന്നും രാഹുൽ ഗാന്ധി ഇന്നിപ്പോൾ വ്യക്തമാക്കുന്നു. എന്താണെങ്കിലും വലിയ വിവാദമാണ് ഇൻഡോറിൽ ഇത്തരത്തിൽ കുടിവെള്ളത്തിൽ മലിനം കലർന്ന ആളുകൾ മരിച്ച സംഭവം ഉണ്ടാക്കിയത്. കാരണം രാജ്യത്തെ തന്നെ ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റി, വൃത്തിയുള്ള സിറ്റി എന്നാണ് ഇൻഡോറിന് അറിയപ്പെടുന്നത്. ആ നഗരത്തിലാണ് ഇത്തരത്തിൽ കുടിവെള്ളത്തിൽ മാലിന്യം കലരുകയും ആളുകൾ നിരന്തരം മരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോഴും പലരും ചികിത്സയിൽ കഴിയുന്നു എന്നും പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം, പ്രത്യേകിച്ച് ഡബിൾ എഞ്ചിൻ സർക്കാരിനെതിരെ, BJP ആണ് കേന്ദ്രത്തിലും സംസ്ഥാനത്തുള്ളത്, ഈ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് രാഹുൽ ഗാന്ധി അവിടെ ഉന്നയിച്ചത്. നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.